അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. നടൻ രാജേഷ് ശർമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം IFFK ആണ്. സിനിമകളാണ്. ഇന്നാണോ വന്നത്? അല്ലല്ല, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടവേളകളിൽ ഈ വന്ന് സിനിമ കാണലായിരുന്നു. ഇന്ന് ഷൂട്ടില്ലാത്തത് കൊണ്ട് ഇന്നും അവസാനത്തെ ദിവസവും എത്തി. അതെ അതെ അതെ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം മറ്റൊന്നുമല്ല. IFFKയിലേക്ക് എല്ലാവരും എത്താൻ പലർക്കും പല കാരണങ്ങളുണ്ട്. സൗഹൃദം, അല്ലെങ്കിൽ വൈബ്, അല്ലെങ്കിൽ സിനിമ, അങ്ങനെ എല്ലാവരും ഓരോ കാരണങ്ങളിലാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ചിലർക്ക് സ്വാതന്ത്ര്യം, ചിലർ പറയുന്നത് അതൊക്കെയാണ്. അപ്പോൾ IFFKയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചേട്ടൻ എന്തായിരിക്കും പറയുന്നത്? 2-3 ഘടകങ്ങൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടാമത്തെ IFFK മുതൽ ഞാനുണ്ട്. IFFKയുടെ ഒരു മാറ്റമൊക്കെ കണ്ടിട്ട് അന്നുണ്ടായിട്ടുള്ള സൗഹൃദങ്ങൾ, അപ്പോൾ ഇതെല്ലാം കൂടെയാണ് എൻ്റെതാണെന്നൊക്കെ നമുക്ക് തോന്നുന്നൊരു സ്വന്തമാണെന്നുള്ളത്. അതെ അതെ. അന്ന് കൈരളി സ്ട്രീറ്റ് ഫ്രണ്ടിലൊക്കെയാണ്. അന്ന് ഇത്ര പ്രൊഫഷനൊന്നുമല്ല. അപ്പോൾ അന്നൊരുപാട് സൗഹൃദങ്ങൾ, സിനിമ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ IFFK ആണ്. നമ്മളിപ്പം മലയാള പാഠാവലി പഴയ 5ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പാഠാവലി കാണുമ്പോൾ നമ്മൾ തൊട്ടുനോക്കുന്നത് പോലെ. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെട്ട് പഠിച്ചൊരു കാര്യമാണ് കവിതകളുമൊക്കെ. എന്നതുപോലെ സിനിമ എന്ന് പറയുന്നൊരു മീഡിയത്തെക്കുറിച്ച് നമുക്ക് ഒരു ബോധം, അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമയല്ല, അതിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് സമീപിക്കേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് IFFK ആണ്. അല്ല, അപ്പം അതൊരു കാര്യം. പിന്നെ അന്ന് കിട്ടിയ സൗഹൃദങ്ങൾ, സൗഹൃദങ്ങളൊക്കെ കൂടുന്ന ഒരു സമയം. നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈറ്റാണ്. ഈ ഒരു വൈബിൻ്റെ കൂടെ, ഓളത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ലൈറ്റാണ്, പരിഗണിക്കപ്പെടുന്നില്ല. അതൊക്കെ ഭയങ്കര കാര്യമാണ്. വളരെ നമ്മൾ വളരെ മനോഹരമായിട്ട് ഫ്രീ ആകുന്നുണ്ട്. അതൊരു സുഖമുള്ളൊരു കാര്യമാണ്. അതിനും അപ്പുറത്തേക്ക് നമ്മളിൽ സിനിമയെന്ന് പറയുന്നൊരു മീഡിയം, അതിനോടുള്ള ഇഷ്ടം, അതാണ് എല്ലാവരെയും എത്തിക്കുന്നത് ഇവിടെ. അതെ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്കിതെല്ലാം കൂടെ ചേർന്നതാണ് IFFK. ഒരു ദിവസം ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ദിവസമെങ്കിലും എനിക്ക് അവിടെ പോകണമെന്ന്. സ്ഥിരമായിട്ട് വന്നിട്ടുള്ളവർ പറയുന്നത് ഒരു ദിവസമെങ്കിലും എനിക്ക് അവിടേക്ക് പോയി അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതെ, എന്തായാലും. പിന്നെ ഒരു നിർദ്ദേശമുള്ളത്, സിനിമ മാത്രമല്ല നാടകവും മറ്റ് ഇതര കലകളും പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ITFOK എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഉണ്ടാകില്ല എന്നുള്ളൊരു വർത്തമാനം വന്നിരുന്നു. അതിനുശേഷം അത് ഉണ്ടാകും എന്ന് പറയുന്നത്. പക്ഷെ പരിമിതമായ ചുറ്റുപാടുകളിലേ അതുണ്ടാകുള്ളൂ എന്ന് പറയുമ്പോഴത്തേന് അത് കൂടുതൽ വിഷമമാണ്. കാരണം സിനിമയ്ക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഇന്നത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നാടകത്തിനും കൊടുക്കേണ്ടതുണ്ട്. നാടകം തെരുവിലേക്കിറങ്ങി മനുഷ്യർക്കിടയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കലയാണ് സിനിമ. ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ ഒരു കൗതുകത്തിൻ്റെ കലയാണ്. നാടകം അങ്ങനെയല്ല. അതിനകത്ത് അത് ശക്തമായിട്ട് ഇടപെടാറുണ്ട്. സിനിമ ഒരിക്കലും സമൂഹത്തിലേക്ക് വല്ലാണ്ട് ഇടപെട്ടിട്ടില്ല. വല്ലാണ്ടെന്നല്ല, ഒരു മുന്നേറ്റം സിനിമ ഏറ്റെടുത്തിട്ടില്ല. സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല ഒരു സിനിമയും, ലോകത്തിലെ ഒരു സിനിമയായിട്ടില്ല. പക്ഷെ നാടകങ്ങൾ അതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നാടകങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു വലിയൊരു പ്രസക്തിയുണ്ട്. നമ്മളെ അവകാശബോധമുള്ളവനാക്കുന്ന കാര്യത്തിൽ, നമ്മളെ ഒരുമിച്ചിരുത്തുന്ന കാര്യത്തിൽ, നമ്മളെ ചെരിപ്പിടിയിക്കുന്ന കാര്യത്തിൽ, നമ്മളുടെ
തൊഴിലവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യത്തിൽ ഒരു വലിയ സാമൂഹിക മുന്നേറ്റത്തിന് നാടകം കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് നാടകത്തെ വളരെ അത് അങ്ങനെ കാണേണ്ടതില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് എന്തോ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതല്ല, അത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അത് തെരുവിലേക്ക് ഇറങ്ങി ഇടപെടുന്ന ഒരു മാധ്യമമാണ്, കലയാണ്. അപ്പോൾ അത് നമ്മുടെ അക്കാഡമികൾ അത് ശ്രദ്ധിക്കണം. പുതിയ സിനിമകൾ, പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. പുതിയത് ഇപ്പം ട്രിവാൻഡ്രത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടാണ് നടക്കുന്നത്. നമ്മുടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയുടെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് ഈ IFFOC IFFP ആയിട്ട് എനിക്ക് കണക്ട് ചെയ്ത് കിട്ടിയപ്പോഴത്തേന് ഒരുപാട് ഓക്കെ. എനിവേ, കണ്ടതിൽ വളരെ സന്തോഷം, സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം.